നമസ്കാരം. SSC GD എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ GD എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ GDക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരുപാട് സഹായിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സീരീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഈ ഒരു സീരീസ് അതേപോലെ അനലോഗി ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകൾ ചെയ്യുമ്പം നമ്മൾ ABCD ഒരു പ്രത്യേക രീതിയിൽ, അതായത് A മുതൽ Z വരെ എഴുതിയിട്ട് അവരുടെ പൊസിഷൻ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ 3 ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആൻസറിലും നമുക്ക് 3 ലെറ്റേഴ്സാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ലെറ്റർ എന്നുള്ളത് എങ്ങനെ വരും? ആ എല്ലാത്തിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ഒരു സീരീസിൽ എടുക്കുക. അതായത് N, M, L, K. അങ്ങനെയാണെങ്കിൽ അടുത്ത ആര് വരും നോക്കി നമ്മൾ അതിനാണ് എഴുതി വെച്ചിരിക്കുന്നത്. N, M, L, K. എന്താണ്? റിവേഴ്സ് ഓർഡറിൽ പോവുകയാണ്. അപ്പോൾ അടുത്ത ആരാണ്? J. അതായത് നമ്മുടെ ആൻസറിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് J ആണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ഒരാൾ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അടുത്ത രണ്ടാമത്തെ ആളിനെ കിട്ടാൻ എന്താണ്? R, Q ഒരു സീരീസ് ആയിട്ട് എടുക്കാം. R എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ ലെറ്റേഴ്സ് R, Q, P, O. ഇപ്പോൾ നോക്കി 6, 18 എന്താണ്? റിവേഴ്സ് ഓർഡറിൽ പോവാണ്, കുറഞ്ഞു പോവാണ്. R, Q, P, O. അപ്പോൾ അടുത്ത ആരാണ്? N. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ രണ്ടാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഏതായിരിക്കും? N. ഇനി ലാസ്റ്റ് ലെറ്റർ കിട്ടാൻ നോക്കിയേ T, S, R, Q. ഓക്കെ, നമുക്കത് ഇനി എഴുതണമെന്നില്ല, ഡയറക്റ്റ് ഇവിടെ തന്നെ നോക്കാം. T, S, R, Q. അപ്പോൾ അടുത്ത ആരായിരിക്കും? അടുത്ത തൊട്ടുപുറലുള്ള ആൾ P ആണ്. അപ്പോൾ J, N, P എന്നുള്ളതാണ് ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. J, N, P എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പം SSC GD എക്സാമിനായിട്ട് ഒരുങ്ങുന്നവർക്ക് ദിശ അക്കാഡമി ഒരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ GD എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 350+ hours ക്ലാസ്സുകളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു മെൻ്റർ സപ്പോർട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. കഴിഞ്ഞ GD എക്സാം നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ക്രാക്ക് ചെയ്തവരാണ്. ഇതുപോലെ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരാം. വീണ്ടും ഒരു അനലോഗി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Select the option that is related to the third word in the same way as second word is related to the first word. ഇപ്പോൾ തന്നേക്കുന്നത് ആർട്ടിസ്റ്റ്, ക്യാൻവാസ്. അങ്ങനെയാണെങ്കിൽ സ്കൾപ്ചർ എന്നുള്ളത് എന്ത് വരും? ഇപ്പം എന്താണ് ഇവിടെ സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശില്പി എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് അയാൾ വർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ് ക്യാൻവാസ്. ആ ക്യാൻവാസിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഒരു ശില്പി എന്ത് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്? കല്ലിനകത്താണ്, സ്റ്റോണിനകത്താണ് ഒരു ശില്പിയെ സംബന്ധിച്ച് അയാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ബാക്കി പെയിൻറ്റോ പേപ്പറോ അല്ലെങ്കിൽ പെന്നോ ഒന്നും ശില്പിയെ സംബന്ധിച്ച് അയാളുടെ റിലേറ്റഡായിട്ട് വരുന്ന കാര്യമല്ല. അപ്പോൾ സ്റ്റോൺ എന്നുള്ളതാണ് ഇവിടുത്തെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത വീണ്ടും ഒരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലാംബ് എന്ന് പറയുന്ന വേർഡ് IWJL ആയെങ്കിൽ LOGS എന്ന് പറയുന്ന വേർഡ് എന്തായിട്ട് മാറും? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന രീതി അറിയാമായിരിക്കും. എങ്ങനെയാണ്? നമ്മൾ ഈ ലാംബ് എന്നുള്ള വേർഡ് എഴുതിയിട്ട് LAMB എന്നുള്ള എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് IWJL എന്ന് എഴുതും. എന്നിട്ട് എങ്ങനെയാണ് നോക്കുന്നത്? ഈ L എങ്ങനെ I ആയി, A എങ്ങനെ W ആയി, M എങ്ങനെ J ആയി, P എങ്ങനെ L ആയി? ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കി L എങ്ങനെ I ആയി. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നില്ല, ഞാൻ ആ ഒരു വാല്യൂ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് ആയിട്ട് നോക്കാം. ഇവിടെ വാല്യൂ ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ Lന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, Iയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ എന്താണ്? 12ൽ നിന്ന് 9ലേക്ക് പോയെന്ന് പറയുമ്പം 3 കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കാം? കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ L കൗണ്ട് ചെയ്യണ്ട. 1, 2, 3 I ആകുമ്പോൾ നിർത്തുക. ഇപ്പം എന്താണ്? 3 ആണ്. 3 കുറവാണോ കൂടുവാണോ? 3 കുറവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ തെറ്റരുത്. നമ്മൾ ഇങ്ങനെ പോകുമ്പം നിങ്ങൾ ആ വാല്യൂ നോക്കിയാൽ മതി. വാല്യൂ 12ൽ നിന്ന്
9 ആകുമ്പോൾ എന്താണ്? -3 ആണ്. ഓക്കെ, ഇനി എ എങ്ങനെ W ആയി? ഇപ്പൊ എയുടെ വാല്യൂ 1 ആണ്, ഡബ്ല്യുവിന്റെ വാല്യൂ 23 ആണ്. അപ്പൊ അവിടെ 22 കൂടി എന്ന് വിചാരിക്കരുത്. അത് അങ്ങനെ എടുക്കുമ്പം അതൊരു വലിയ വാല്യൂ ആയിട്ട് വരും. പക്ഷെ നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ അതുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവം? അത് കുറയുവാണ്. അപ്പൊ കുറയാന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് അവരുടെ ഒരു വാല്യൂ വെച്ചിട്ട് കുറച്ചെടുക്കാൻ പറ്റത്തില്ല. അവിടെ എന്തേ പറ്റൂ? അവിടെ കൗണ്ട് ചെയ്യാനേ പറ്റും. അപ്പൊ കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ കൗണ്ട് ചെയ്യണം? എ കഴിഞ്ഞിട്ട് ഈ ഡബ്ല്യൂയിലേക്ക് പോകുമ്പോൾ കുറയാന്ന് പറയുമ്പോൾ എ കൗണ്ട് ചെയ്യണ്ട. അതായത് 1 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യേണ്ട ആരെയാണ്? ഇസഡ് ആണ്. 1, 2, 3, 4. മനസ്സിലായി? അപ്പം ഇവിടെ എന്താണ്? 4 കുറഞ്ഞാണ് ഡബ്ല്യൂയിലേക്ക് എത്തുന്നത്. എയിൽ നിന്നും 4 കുറഞ്ഞാണ് ഡബ്ല്യൂയിലേക്ക് എത്തുന്നത്. ഓക്കെ, അല്ലാതെ 22 കൂടി എന്നുള്ള രീതിയിൽ എടുക്കരുത്. അപ്പോൾ അവിടെ -4 വന്നു. ഇനി M to J. M 13 ആണ്, J എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 13ൽ നിന്ന് 10ലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? 3 കുറവാണ്. അപ്പോൾ അത് -3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി P12. P എന്ന് പറയുന്നത് 16 ആണ്, L എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എന്താണ്? അവിടെയും 4 കൂടുവല്ല, 4 കുറവാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പാറ്റേൺ? -3 -4 -3 -4. ഇതേപോലെ LOGSനെ കണ്ടുപിടിച്ചാൽ പോലെ ഇതേ ഓർഡർ തന്നെ, അതായത് -3 -4 -3 -4 ഇങ്ങനെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ആൻസർ ആവും. ഇപ്പൊ L -3 12ൽ നിന്ന് 3 പോയാൽ 9. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് I. ഓക്കെ, O -4. O എന്ന് പറയുന്നത് 15, 15 4 പോയാൽ 11. ആരാണ്? K. I K. G -3 7ൽ നിന്ന് 3 പോയാൽ 4, അതായത് D. I K D. S ൽ 4 കുറച്ചാൽ S 19 4 കുറച്ചാൽ 15. I K D O. ഓപ്ഷൻ 1 ആണ് ഫൈനൽ ആൻസർ. I K D O എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഒരു ഈസി ആയിട്ടുള്ളൊരു കോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് ഒരു സീരീസ് ആണ്. ഇവിടെ ആൽഫബറ്റും ഉണ്ട്, നമ്പറും ഉണ്ട്. ആൽഫബറ്റ് നമ്പറോട് മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യാനുള്ള എളുപ്പമെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് 2 ഓപ്ഷൻസ് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ആദ്യം നമ്പറായിട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ 6, 9. നിങ്ങൾ ഇത് എടുക്കുമ്പോൾ ഇത് 19 ആണെന്ന് കരുതരുത്, ഇത് I ആണ്. ഓക്കെ, ഇത് ഇവിടെ തേർഡായിട്ട് വന്നിരിക്കുന്ന ലെറ്റർ ആണ്, I എന്നുള്ള ലെറ്റർ ആണ്. 19 എന്ന് പറഞ്ഞ ആരും എടുക്കരുത്. 6, 9 അടുത്ത നമ്പറാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ദെൻ 15, 18, 20 ആണ്. ഇപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് 3 കൂടി പോവാണ്. ഓക്കെ, 3 കൂടി പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ മിസ്സിംഗ് ആയിട്ടുള്ളടത്ത് എന്തായിരുന്നു പറയണ്ടത്? 9 + 3 എന്താണ്? 12. അതായത് നമ്മുടെ ഈ ആൻസറിനകത്ത് എന്തായാലും 12 വരണം. അപ്പോൾ നമുക്ക് ആരെയൊക്കെ കട്ട് ചെയ്യാം? ഈ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇതിലേതോ ഒരെണ്ണമാണ് ആൻസർ. ഒന്നെങ്കിൽ WHL 12 ആകാം, അല്ലെങ്കിൽ XHL 12 ആകാം. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വീണ്ടും ആൽഫബറ്റ് നോക്കുക. അപ്പോൾ ആൽഫബറ്റ് നോക്കുമ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും ആദ്യത്തെ ലെറ്റർ എടുക്കുക. ആദ്യത്തെ ലെറ്റർ എടുക്കുമ്പോൾ U V ഇടയ്ക്കുള്ള മിസ്സിംഗ് ആണ്. X Y Z കാണുമ്പോൾ തന്നെ മനസ്സിലെന്താണ്? ആൽഫബറ്റിക് ഓർഡർ ആണ്. U V. ഇപ്പം എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? W അല്ലേ? W X Y Z. അതായത് നമ്മുടെ ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ W ആണ്. അപ്പോൾ ഏതായിരിക്കും? നമുക്ക് 2 ഓപ്ഷൻ റിമൈനിങ് ആയിട്ടുള്ളൂ. അതിലേതാണ്? ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട്. കാരണം ഈ 4ാമത്തെ ഓപ്ഷൻ എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ WHL എന്ന് പറയുന്നതാണ് ഫൈനൽ ആൻസർ ആയിട്ട്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ഒരു ഡൈസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് സെയിം ഡൈസ് ആർ ഗിവൺ. ഒരു ഡൈസിന്റെ തന്നെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ്. ഫൈൻഡ് ദ നമ്പർ ഓപ്പോസിറ്റ് ഓഫ് 23. ഓക്കെ, 23 എന്ന് പറയുന്ന ആ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫേസിലെ നമ്പർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഡൈസിനെ പറ്റി ഒരു ഐഡിയ ഉള്ളവർക്ക് ഇത് എളുപ്പം ചെയ്യാം. ഇത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് 23യുടെ ഓപ്പോസിറ്റ് അല്ലേ വേണ്ടത്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് 23 വരുന്ന ഡൈസ് നോക്കുക. ഓക്കെ, ഞാൻ ചെയ്യാൻ എളുപ്പമായിട്ടാണ് പറയുന്നത്. 23 വരുന്ന ഡൈസ് നോക്കുക. അതുകൊണ്ട് ഇവിടെയും 23 ഉണ്ട്, ഇവിടെയും 23 ഉണ്ട്. ഇനി നോക്കേണ്ടത് ആ 23 വരുന്ന ഡൈസുകളിൽ 23 അല്ലാതെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇവിടെയാണെങ്കിൽ 25ഉം 22 ആണ്. ഇവിടെയാണെങ്കിൽ 21ഉം 26ഉം ആണ്. അപ്പം ഞാനിവിടെ എന്ത് ഐഡിയയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഒരു പക്ഷേ ഡൈസിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാത്തവരാണെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഡൈസിനകത്ത് 2, 3, 5, ഇതിനകത്ത് 2, 3, 4 ഇങ്ങനെയാണെന്നിരിക്കട്ടെ. അപ്പം
ഇവിടെ നമുക്ക് 5ന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ 5ന് ഓപ്പോസിറ്റ് എന്ത് വരുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആ തരുന്ന രണ്ട് പൊസിഷനിൽ ഏതെങ്കിലും രണ്ട് പേര് കോമൺ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രണ്ട് പേര് കോമൺ ഉണ്ടെങ്കിൽ, അതായത് ഇവിടെയും 2, 3 ഉണ്ട്, ഇവിടെയും 2, 3 ഉണ്ട്, അങ്ങനെ രണ്ട് പേര് കോമൺ വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും? പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായ? ആ ഒരു ഡൈസിന്റെ തന്നെ ആ 2, 3 പൊസിഷൻ തരുവാണ്. അതിലേതെങ്കിലും രണ്ട് പേര് കോമൺ ആയിട്ട് വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള, അതായത് 5ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. റിമൈനിങ് ആയിട്ടുള്ള രണ്ട് പേര് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത മെത്തേഡ് എന്താണെന്ന് മനസ്സിലാകും. അപ്പൊ ഈ 23 ഒഴികെയുള്ള ഈ രണ്ട് പേര് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അവർ കോമൺ ആയിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള ആളുമായിട്ടായിരിക്കും ഈ 23 ഓപ്പോസിറ്റ് വരും. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ 25, 22 ഒരുമിച്ച് വരുന്ന ഡൈസ് ഇല്ല. 25, 22 ഒരുമിച്ച് ഒരു ഡൈസ് വരണം. അങ്ങനെ വരുന്ന ഡൈസ് ഇല്ല. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് കാര്യമില്ല. ഇനി ഇതെടുത്താലോ? ഇതെടുത്താൽ 21ഉം 26, ഈ 21, 26 ഒരുമിച്ച് വരുന്ന ഡൈസ് ഉണ്ടോ? ഉണ്ട്. ആരാണ്? അതാണ്ട് ഈ രണ്ടാമത്തെ ഡൈസ് ആണ്, രണ്ടാമത്തെ പൊസിഷൻ ആണ്. ഇവിടെ 21, 26 ഉണ്ട്, ഇവിടെയും 21ഉം 26ഉം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്? അങ്ങനെ രണ്ടുപേര് കോമൺ വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് 24ഉം 23ഉം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ ആൻസർ എന്താണ്? 24 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. 23യുടെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ 23യുടെ കൂടെ വരുന്ന ആൾക്കാർ, 23യുടെ കൂടെ വരുന്ന ആൾക്കാർ അവർ രണ്ടുപേരും ഒരുമിച്ച്, രണ്ടുപേരും 21ഉം 26ഉം ഒരുമിച്ച് വരണം. ഒരുമിച്ച് വരുന്ന വേറൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ റിമൈനിങ് ആയിട്ട് വരുന്ന ആളും ഈ 23യും തമ്മിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കിയപ്പോൾ 25ഉം 22 ഒരുമിച്ച് വരുന്ന ഡൈസ് ഇല്ല, അതുകൊണ്ടാണ് ഇത് വെച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 24 എന്നുള്ള ആൻസർ കിട്ടിയത്. ഓക്കെ, അടുത്ത നമ്മുടെ ഡൈസിനെ പറ്റി നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു ബ്ലഡ് റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഹൗ ഈസ് Q റിലേറ്റഡ് ടു Z ഇൻ ദ എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷൻ അനുസരിച്ച് Qവും Zഉം തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഇതിനെ തിരിച്ചെന്താക്കണം? ഒരു റിലേഷൻ പോലെ ആക്കണം. ഇവിടെ ഒരു ഡിവൈഡും പ്ലസും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനെ ഒരു റിലേഷൻ പോലെ ആക്കണമെങ്കിൽ അതിനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ഐയും ജെയും നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല. ഐയും ജെയും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഐക്കും ജെയ്ക്കും ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ, ഇൻറ്റു വന്നാൽ ഐ ഈസ് ദ മദർ ഓഫ് ജെ എന്നാണ് അർത്ഥം. അങ്ങനെ കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. അതേ രീതിയിലാണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് നോക്കണം? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? Q ഡിവൈഡഡ് ബൈ എക്സ്. അപ്പൊ എന്ത് നോക്കണം? ഡിവൈഡഡ് വന്നാൽ എന്താകും? അതായത് ഐ ഡിവൈഡഡ് ബൈ ജെ വന്നാൽ ഐ ഈസ് ദി സിസ്റ്റർ ഓഫ് ജെ എന്നാണ്. അതായത് അതേപോലെ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? Q ഈസ് ദി സിസ്റ്റർ ഓഫ് എക്സ്. മനസ്സിലായോ? ഇവിടെ എങ്ങനെയാണോ വന്നേ, ഇവിടെ ഐ ഡിവൈഡഡ് ബൈ ജെ എന്നാണ് വന്നേ, അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. Q ഈസ് ദി സിസ്റ്റർ ഓഫ് എക്സ്. ഇപ്പൊ എങ്ങനെ അത് മാർക്ക് ചെയ്യാം? ഞാനിത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. Q കൊടുക്കുക, സഹോദരങ്ങളാണെങ്കിൽ, അതായത് സിസ്റ്ററോ ബ്രദറോ ആണെങ്കിൽ അവർക്കിടയിൽ ഒരു സിംഗിൾ ലൈൻ കൊടുക്കുക. സിംഗിൾ ലൈൻ കൊടുക്കുക, എക്സിന് എഴുതി. ഇപ്പൊ എന്താണ് പറഞ്ഞത്? Q ഈസ് ദി സിസ്റ്റർ. ഓക്കെ, സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഫീമെയിൽ അല്ലേ? ഞാനിവിടെ മെയിൽ എന്നുള്ളതിന് പ്ലസ് സിമ്പലും ഫീമെയിൽ എന്നുള്ളതിന് മൈനസ് സിമ്പലും കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുടെ ജെൻഡർ ആണ് നമുക്ക് കിട്ടുന്നത്? Q ഈസ് എ സിസ്റ്റർ ഓഫ് ജെ. അതായത് Q ആണ് സിസ്റ്റർ. ഓക്കെ, ഇപ്പൊ Q ആയിരിക്കും എന്ത്? Q ആയിരിക്കും ഫീമെയിൽ. ഈ എക്സിന്റെ ജെൻഡർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിനെ അടുത്ത് എടുക്കുമ്പോൾ പറയാം. ഓക്കെ, Q ആണ് സിസ്റ്റർ, Q ആണ് ഫീമെയിൽ ആയിട്ട് വരുന്നത്, ഇത്രേ പറയാൻ പറ്റും. സഹോദരങ്ങളായതുകൊണ്ട് സിംഗിൾ ലൈൻ വെച്ചിട്ട് കാണിക്കാം. അടുത്ത എക്സ് പ്ലസ് വൈ. അപ്പൊ എന്തറിയണം? പ്ലസ് വന്നാൽ എന്താണെന്ന് അറിയാം. അപ്പൊ പ്ലസ് വന്നാൽ എന്താണ്? പ്ലസ് വന്നാൽ ഐ ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ജെ. അതേപോലെ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. എക്സ് ഈസ് ദി ഹസ്ബൻഡ് ഓഫ് വൈ. എക്സ് ഈസ് ദി ഹസ്ബൻഡ് ഓഫ് വൈ. ഇപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? എക്സ് വൈയുടെ ഹസ്ബൻഡ് ആണ്. അതായത് എക്സും വൈയും എന്താണ്? ഭാര്യയും ഭർത്താവുമാണ്. എക്സ് ആണ് ഹസ്ബൻഡ്. അപ്പൊ എക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ? എക്സ് മെയിൽ ആണ്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ മെയിൽ ആയിരിക്കത്തില്ലേ? എക്സ് മെയിൽ ആണ്. ഇനി വിവാഹബന്ധം കാണിക്കാനാണെങ്കിൽ, ഒരു കപ്പിൾസിനെ കാണിക്കാനാണെങ്കിൽ ഡബിൾ ലൈൻ കൊടുക്കും. എക്സ് ഈസ് ദി ഹസ്ബൻഡ് ഓഫ് വൈ എന്നല്ലേ? അപ്പം വൈ എന്തായിരിക്കും? എക്സ് ഹസ്ബൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വൈ വൈഫ് ആയിരിക്കും, വൈ ഫീമെയിൽ ആയിരിക്കും. ക്ലിയർ ആയിട്ട് ഇതാണ് ആ ഒരു രീതി വരുന്നത്.
ഇനി ഒരാളോട് ഉള്ളല്ലോ y ഇൻറ്റു ഇസഡ്. അപ്പോൾ ഇൻറ്റു വന്നാൽ എന്താണെന്ന് നോക്കി, ഇൻറ്റു വന്നാൽ I ഈസ് ദി മദർ ഓഫ് ജെ. അതേപോലെ ഇവിടെ എന്തായിരിക്കും, ഇവിടെ I ഈസ് ദി മദർ ഓഫ് ജെ എന്നാണെങ്കിൽ ഇവിടെ എന്താണ്, y ഈസ് ദി മദർ ഓഫ് ഇസഡ്. y ഈസ് ദി മദർ ഓഫ് ഇസഡ്. മലയാളത്തിൽ അതിന് മീനിങ് ഒന്ന് മനസ്സിലാക്കി. y ഇസഡിന്റെ അമ്മയാണ്. y ഇസഡിന്റെ അമ്മയാണ്, അതായത് y ആണ് അമ്മ. ആരുടെ അമ്മ? ഇസഡിന്റെ അമ്മ. അപ്പൊ ഇവരുടെ മകനാണോ മകളാണോ എന്നറിയില്ല, എന്തായാലും ഇസഡിന്റെ അമ്മയായിട്ട് y വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ മക്കളെ കാണിക്കാനാണ്, അടുത്തൊരു ജനറേഷനെ കാണിക്കാനാണെങ്കിൽ ഒരു വെർട്ടിക്കൽ ലൈനാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് ഇസഡ് വരും. ഇസഡിന്റെ ജെൻഡർ നമുക്കറിയില്ല, ഇസഡ് ചിലപ്പോൾ മകനാകാം മകളാകാം, പക്ഷെ y അമ്മയാണെന്ന് ഇവിടെ പറയുന്നുള്ളൂ, y അമ്മയാണെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റും, അതായത് എക്സിന്റെയും വൈയുടെയും കൂടെ മകനോ മകളോ ആണ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഈസ് Q റിലേറ്റഡ് ടു ഇസഡ്? ഒരു ക്വസ്റ്റ്യനില് ഹൗ ഈസ് A റിലേറ്റഡ് ടു ബി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്? ബിയുടെ ആരാണ് എ? ഇതാണ് നമ്മൾ ആ ഒരു യഥാർത്ഥത്തിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹൗ ഈസ് Q റിലേറ്റഡ് ടു ഇസഡ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്തായിരിക്കും? ഇസഡിന്റെ ആരാണ് Q? ഇസഡിന്റെ ആരാണ് Q? ഓക്കെ, ഇസഡിന്റെ ആരാണ് Q? ഇസഡിന്റെ അച്ഛന്റെ പെങ്ങൾ. ഓക്കെ, ഇസഡിന്റെ അച്ഛന്റെ പെങ്ങളല്ലേ, ഇസഡിന്റെ അച്ഛനാണ് എക്സ്. y അമ്മയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സ് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം y അമ്മയാണെങ്കിൽ എക്സ് അച്ഛനായിരിക്കത്തില്ലേ? അപ്പൊ അച്ഛന്റെ പെങ്ങൾ. ആൻസർ എന്താണ്? ഫാദർ സിസ്റ്റർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ്, ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് 2 numbers ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദി ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? കറക്റ്റ് അല്ല. ഇതിൽ ആരെയോ രണ്ടുപേരെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ, ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയായിരിക്കും. ഇപ്പൊ ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഓപ്ഷൻ ബേസ്ഡേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഓരോരോ ഓപ്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ 14 ഉള്ളിടത്തെല്ലാം 6 വരണം, 6 ഉള്ളിടത്തെല്ലാം 14 വരണം. അങ്ങനെ വന്നാൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആകുമോ? അങ്ങനെ കറക്റ്റ് ആയാൽ ഇതാണ് ആൻസർ. ഇനി അത് കറക്റ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ഓപ്ഷൻ നോക്കണം. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാം. ഓപ്ഷൻ എ കൊടുത്താൽ എങ്ങനെയാണ് മാറുന്നത്? വേറെ ആരെയും മാറ്റരുത്, 14നെയും 6നെയും മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവൂ. അതായത് 8 + 7 × 5. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡിവൈഡ് എന്നുള്ളത് നമ്മൾ ഡിവൈഡായിട്ട് എഴുതാതെ ഒരു ബൈ ഇട്ട് എഴുതാമെങ്കിൽ, അതായത് ഇപ്പം നമുക്ക് 6 / 2 എന്നുള്ളത് എങ്ങനെ എഴുതാം? 6/2 എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഇട്ട് /2 എന്നിട്ട് എഴുതുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അതിന്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഡിവൈഡ് ആയതുകൊണ്ട് ഞാൻ 5/, ഇങ്ങനെ കൊടുത്തു. ഈ 14 ആണോ എഴുതേണ്ടത്? അല്ല, 14ഉം 6ഉം തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 14 പകരമായിട്ട് 6 വരും. വീണ്ടും -3 വീണ്ടും മേളിൽ തന്നെ, -3 = ഈ 6ന് പകരം എന്താവും? ഈ 6ന് പകരം 14. ഇത് ശരിയാകുമോ ഇല്ലയോ എന്നാണ് നോക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ആ ഒരു ഡിവിഷന്റെ ഭാഗം നോക്കാം. കാരണം നിങ്ങൾക്ക് റൂൾ അറിയായിരിക്കും. ഒരു ക്വസ്റ്റ്യനകത്ത് പ്ലസ് ഇൻറ്റു മൈനസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, അത് ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാനുള്ളൊരു റൂളുണ്ട്. ബോർഡ് മാസം എന്ന് പറയും, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിൽ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, അതായത് ബ്രാക്കറ്റ് വേണം ആദ്യം. ഇപ്പോൾ ബ്രാക്കറ്റ് ഇല്ല. ഒ എന്ന് പറഞ്ഞാൽ ഓഫ്, ഇവിടെ ഓഫും ഇല്ല. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. പിന്നെ തൊള്ളതിനകത്ത് ആദ്യമുള്ള ഏതാണ്? ഡിവിഷൻ ആണ്. എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള റൂളാണിത്. ഇപ്പോൾ ബ്രാക്കറ്റും ഓഫും ഇല്ല, അപ്പോൾ പിന്നെ ഏതായിരിക്കും? ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്യുമ്പം 5/6 എന്തല്ല? ഡിവിസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ ഡിവിസിബിൾ അല്ല എങ്കിൽ അവിടെ ആൻസർ വരാനുള്ള സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ അവിടെ നോക്കണ്ടേ, ഈ 6ഉമായിട്ട് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കിടപ്പുണ്ടല്ലോ. ഓക്കെ, 7 ഇത് നമുക്ക് ഇങ്ങനെ എഴുതുന്നോണ്ട് തെറ്റില്ലല്ലോ, ഇങ്ങനെ എഴുതുന്നോണ്ട് തെറ്റില്ല. ഇവിടെ ഈ 7ഉം 6ഉം തമ്മിൽ കട്ടായി പോകുമോ? കട്ടായി പോകത്തില്ല. അങ്ങനെ കട്ടായി പോകുന്ന കേസുകൾ വരും. ഇവിടെ മേളത്തെ നമ്പറുമായിട്ട് അവിടെ നമുക്ക് അതിന്റെ ടേബിൾ വരുന്നവരാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ അങ്ങനെ വരുന്ന കേസുണ്ട്. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഒരു എക്സാക്ട് നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല, ഒരു ഡെസിമൽ വാല്യൂ വരത്തുള്ളൂ. അങ്ങനെ ഡെസിമൽ വാല്യൂ വന്നാൽ 14 എന്നുള്ളൊരു ആൻസറിലേക്കാണല്ലോ എത്തണ്ടേ. അപ്പൊ 14 എന്നുള്ളൊരു ആൻസറിലേക്ക് എത്തത്തില്ല. അവിടെ വെച്ച് നമുക്ക് ആ ഒരു ഓപ്ഷൻ അല്ലെന്ന് പറയാം. ഇനി എന്ത് ചെയ്യാം? നേരെ
രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ 3യും 5ഉം ആണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്, വേറെ ആരെയും മാറ്റരുത്. അപ്പോൾ എങ്ങനെ മാറും? 8 + 7 × 3, ആ 5 3 ആവും, ബൈ 14, ഈ മൈനസ് അതുപോലെ 3 എന്താവും? 5 ആവും, ഈക്വൽ ടു 6. ഇത് ശരിയാകുമോ നോക്കി. ഇവിടെയും ആ ഡിവിഷൻ ആണല്ലോ ആദ്യം ചെയ്യേണ്ടത്, ഡിവിസിബിൾ അല്ല. പക്ഷേ ഇപ്പുറത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കിടപ്പുണ്ട്. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ 7ഉം 14ഉം കൂടെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 7 × 2 ആണ് 14. ഇവിടെ അങ്ങനെ കട്ട് ചെയ്തതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. കാരണം എന്താണ്? വീണ്ടും 3/2 എന്നാണ് വരുന്നത്. 3/2 എന്ന് പറയുന്നത് വീണ്ടും ഒരു ഡെസിമൽ വാല്യൂ വരും. 3/2 എന്ന് പറയുന്നത് 3/2 എന്ന് പറയുന്നത് 1.5, 1.5. അപ്പോൾ ഈ 1.5 വന്നാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? 6 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടത്തില്ല. കാരണം നിങ്ങളത് 8 + 1.5 9.5, 9.5 - 5 എന്ന് വരും, 4.5 എന്ന് വരും. എന്തായാലും 6 വരത്തില്ല. അപ്പോൾ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനും അല്ല. ഇനി എന്ത് ചെയ്യണം? നേരെ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 8 7ഓടാണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കി, 7 + 8 × 5 ബൈ 14 - 3 = 6. ഇവിടെ ഇത് ചെയ്യുമ്പോൾ 6 കിട്ടുമെന്നാണ് നോക്കേണ്ടത്. ഇവിടെയും 5/14 ഡിവിസിബിൾ അല്ല. 8 14 തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം, പക്ഷേ ഇവിടെ 4 ആവും, ഇവിടെ 7 ആവും. വീണ്ടും നമുക്ക് എന്തേ വരും? ഡെസിമൽ വാല്യൂ വരും. കാരണം 4 × 5/7 20/7 ആവും. 20/7 എന്ന് പറയുന്നത് ഡിവിസിബിൾ അല്ല. അപ്പോൾ എന്താണ്? വീണ്ടും ഒരു ഡെസിമൽ വാല്യൂ വരും, 6 കിട്ടാൻ ചാൻസ് കുറവാണ്. വീണ്ടും ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? 8 × 5. ഇപ്പോൾ 8 ഉള്ളിടത്തെല്ലാം 5 + 7 × 8 ബൈ 14 - 3. ഇവിടെ 8/14 ഡിവിസിബിൾ അല്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 7ഉം 14 കട്ട് ചെയ്യാം. 7ഉം 14 കട്ട് ചെയ്യുമ്പോൾ താഴെ 2 വരും. അപ്പോൾ 8/2 എന്നായി. 8/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. അപ്പോൾ 5 + 4 - 3. 5 + 4 9 ആണ്. 9 - 3 എന്താണ്? 6 ആണ്. ആൻസർ കിട്ടി. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, കാര്യം മനസ്സിലായി. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം ആദ്യത്തെ ഓപ്ഷൻ നോക്കി കിട്ടിയില്ല, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി കിട്ടിയില്ല, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നാലാമത്തെ ഓപ്ഷൻ ചെയ്ത് കൺഫേം ചെയ്യണമെന്നില്ല, അതെടുക്കാം. അത് ആൻസർ ആയിട്ട് വരും. കാരണം എന്തായാലും ഒരു ആൻസർ വരുമല്ലോ. ആദ്യത്തെ 3 ഓപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? നാലാമത്തെ ഓപ്ഷൻ എടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ആദ്യത്തെ 3 ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നത് വളരെ കറക്റ്റായിട്ടായിരിക്കണം. ഓക്കെ, വീണ്ടും ഒരു ഡൈസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൺ ഫോൾഡിംഗ് ദ ഗിവൺ ഡൈസ് വിച്ച് ലെറ്റർ വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ലെറ്റർ എൻ. ഓക്കെ, ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പേപ്പറിനെ, ഓക്കെ, ഇതിനെ നമ്മൾ മടക്കി ഡൈസ് ആക്കുകയാണ്. ഇതിനെ മടക്കി ഡൈസ് ആക്കുമ്പോൾ എൻ എന്ന് പറയുന്ന അക്ഷരത്തിന് ഓപ്പോസിറ്റ് എന്ത് വരും? എൻ എന്ന് പറയുന്ന അക്ഷരത്തിന് ഓപ്പോസിറ്റ് എന്ത് വരും എന്നാണ് കണ്ടത്. ഇങ്ങനൊരു പേപ്പർ മടക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ 4 പേര് അടുപ്പിച്ച് വരുന്ന രീതിയിലാണെങ്കിൽ, അത് 4 പേരെ ഉദ്ദേശിച്ചാണെങ്കിൽ ഈ 4 പേര് ഇങ്ങനെ, ഈ 4 പേര് ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു ലൈന് വരുന്ന രീതിയിലാണെങ്കിൽ, 4 ഫേസസ് ഇൻ എ ലൈൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ 4 പേരിൽ ഒന്നിടവിട്ടുള്ള ആൾക്കാർ തമ്മിലായിരിക്കും ഓപ്പോസിറ്റ്. അതായത് എച്ചിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഈ എൽ ആയിരിക്കും, ജെയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എൻ ആയിരിക്കും. റിമൈനിങ് ആയിട്ടുള്ള പിയും ആറും തമ്മിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇവിടുത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേഴ്സ് എന്ന് പറയുന്നത് എച്ച് എൽ, ജെ എൻ, പി ആർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ എല്ലാവരും കണ്ടുപിടിക്കണമെന്നില്ല. ചോദിച്ചിരിക്കുന്ന എൻ ആണല്ലോ, എന്നിനുള്ളത് കിട്ടി. എന്നിനുള്ളത് ആരാണ്? ജെ ആണ്. ഓപ്ഷൻ ബി ജെ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, കാര്യം മനസ്സിലായ? ജെ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഈ എന്നിന് ഓപ്പോസിറ്റ്, ഈ എൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കാണ്. ആ എന്നിന് ഓപ്പോസിറ്റ് എന്ത് വരുമെന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാണ്. ഈ എന്നിന് ജെ ആണ്, അത് മാത്രം നമുക്ക് എടുത്താൽ മതി. ഓപ്ഷൻ ബി ജെ ആണ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് വേർഡ്സ് തന്നിട്ട് അതിനെ ഡിക്ഷണറിയിൽ വരുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. നിങ്ങൾ നോർമലി എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇവിടെ എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്ഷരം നോക്കും, അതിലേതാണ് ആദ്യം വരുന്നത് ഡിക്ഷണറിയിൽ, അതായത് ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ആരാണ് ആദ്യം വരുന്നത് നോക്കും. പിന്നെ രണ്ടാമത്തെ അക്ഷരം നോക്കും. അങ്ങനെ ആയിരിക്കും നോർമലി ഏതാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഓപ്ഷൻ ബേസ്ഡ് ചെയ്യാമെന്ന് പറയാം. ഞാൻ ഓപ്ഷൻ ബേസ്ഡ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് പറയാം. നിങ്ങൾ ഇവിടെ നേരെ ഓപ്ഷൻ നോക്കുക. ഇങ്ങനെ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നേരെ ഓപ്ഷൻ നോക്കുക.
ഓപ്ഷനകത്ത് 5 തുടങ്ങുന്ന ഓപ്ഷനുണ്ട്, 1 തുടങ്ങുന്ന ഓപ്ഷനുണ്ട്. ഇത് 1-ലാണ് തുടങ്ങുന്നത്, ഇത് 5-ലാണ്. അപ്പം 5 തുടങ്ങുന്നതാണോ അല്ലെങ്കിൽ 1 തുടങ്ങുന്നതാണോ കറക്റ്റ് എന്നറിയണം. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 5ാമത് കിടക്കുന്ന ആളിനെ 1ാമത് കിടക്കുന്ന ആളിനെ ഇവരെ രണ്ടുപേരെ മാത്രം കമ്പയർ ചെയ്യുക. ഇവരെ രണ്ടുപേരെ മാത്രം കമ്പയർ ചെയ്യുക. അതിലാരാണ് ഡിക്ഷണറിയിൽ ആദ്യം വരുന്നത് നോക്കുക. ഇപ്പൊ നോക്കിയ ആദ്യത്തെ 2 അക്ഷരം സെയിം ആണ്. ഇവിടെ LE എന്നാണ്, ഇവിടെയും LE എന്നാണ്. 3ാമത്തെ അക്ഷരം എന്താണ്? ഇവിടെ എസും ഇവിടെ ടിയും. അപ്പൊ എസ് ആണോ ടി ആണോ ഡിക്ഷണറിയിൽ ആദ്യം വരുന്നത്? എസ് ആണ്. അതായത് 5ാമത്തെ അക്ഷരം വേണം ആദ്യം വരാൻ. 5ാമത്തെ അക്ഷരം വേണം ആദ്യം വരാൻ. ധൈര്യമായിട്ട് ഇതിനെയും കട്ട് ചെയ്യും. മനസ്സിലായോ? ഇനി അടുത്ത വരുന്ന ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ഇനി 2 ഓപ്ഷനേ ഉള്ളൂ, ഇതും. ഇതില് 2ാമത് വരുന്ന അക്ഷരം നോക്കി, ഇവിടെയും 1 തന്നെയാണ്, ഇവിടെയും 1 തന്നെയാണ്. അപ്പൊ ഉറപ്പിക്കാം എന്തായാലും അടുത്ത 1 വരും. അതിന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അടുത്ത 1 വരും. ഇനി 3ാമത്തെ അക്ഷരം നോക്കി, ഇവിടെ 4ഉം ഇവിടെ 2ഉം ആണ്. മനസ്സിലായോ? അപ്പൊ 4 അല്ലെങ്കിൽ 2 ആദ്യം വരുന്നത്. അതൊരു എടുക്കുമ്പോൾ ആൻസറായി. മനസ്സിലായി? അതൊരു എടുക്കുമ്പോൾ ആൻസറായി. ഇപ്പൊ 4 എഴുതിയിരിക്കുന്ന വാക്കാണോ 2 എഴുതിയിരിക്കുന്ന വാക്കാണോ ആദ്യം വരുന്നത്? ഇവിടെ ആകുമ്പോൾ LETH, ഇവിടെ LETH, A വരെ സെയിം ആണ്. LETH A വരെ സെയിം ആണ്. അടുത്ത വരുന്നത് ഇവിടെ എല്ലും ഇവിടെ ആറും. എല്ലാണോ ആറാണോ ആദ്യം വരുന്നത്? നിങ്ങൾ ABCD എന്ന് പറഞ്ഞു നോക്കിയാൽ ABCD LMNO PQR എന്നല്ലേ? അപ്പൊ L കഴിഞ്ഞാണ് 6 വരേണ്ടത്. അപ്പൊ L കഴിഞ്ഞിട്ടാണ്, അതായത് 4 വേണം ആദ്യം വരാൻ. L കഴിഞ്ഞിട്ടേ 6 ഉള്ളൂ. അപ്പൊ L ആണ്, അതായത് 4 വരുന്നത്. ഈ 4 ആദ്യം വരുന്നത്. അതായത് 5, 1 കഴിഞ്ഞിട്ട് 4 വരേണ്ടത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ. ബാക്കിയുള്ളത് നോക്കണമെന്നില്ല. ഇങ്ങനെ ഓപ്ഷൻ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. നോർമലി ചെയ്യുന്നത് നമുക്ക് ആൻസർ കിട്ടും, പക്ഷെ അത് ടൈം എടുക്കും. ഇങ്ങനെ ഓപ്ഷൻ നോക്കി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ചെയ്യാം, വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ഇത് നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത എളുപ്പമാണ്, ഒരു മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ്. വളരെ എളുപ്പം ചെയ്യാം. മിറർ ഇമേജിന്റെ ഒരു ഐഡിയ എങ്ങനെയാണെന്നുള്ളവർക്ക് എളുപ്പം ചെയ്യാം. മിറർ ഇമേജിനകത്ത് എന്താണ്? ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ ആണ്. ലെഫ്റ്റിലുള്ളത് റൈറ്റ് വരും, റൈറ്റിലുള്ളത് ലെഫ്റ്റ് വരും. അപ്പം നമ്മുടെ പടത്തിനകത്ത് ഈ ഒരു ആരോ മാർഗ് ഉണ്ട്. ഈ ആരോ മാർഗിന്റെ ഇമേജ് എങ്ങനെയാണ് വരുന്നത്? ഈ ആരോ മാർഗ് നമ്മുടെ പടത്തിനകത്ത് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് മാറ്റും. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അപ്പൊ ഇവിടെ റൈറ്റിലാണ് ആരോ എങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് ലെഫ്റ്റ് വരും. ലെഫ്റ്റിൽ എങ്ങനെ വരും? ഇതിന്റെ ഇമേജ് ആണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ആരോടെ ഇമേജ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ നോക്കി ആരെയൊക്കെ കട്ട് ചെയ്യാം? ഇത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. ഇവിടെ രണ്ടിടത്തും ആരോ ഒക്കെ ആണ്. ഇനി ട്രയാങ്കിൾ എങ്ങനെ മാറും? ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിള് മിററിനകത്ത് വരുമ്പോൾ എങ്ങനെ ആവുമെന്നറിയോ? ഇങ്ങനെ മാറും, ഇങ്ങനെ മാറും. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഈ രീതിയിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ തെറ്റാണ്, കാരണം ഇവിടെ ട്രയാങ്കിളിൽ ആ ഒരു കോർണർ ഇപ്പുറത്തോട്ടല്ല, ഇങ്ങനെയാണ് വരുന്നത്. ഓപ്ഷൻ 3 ആണ് ഫൈനൽ ആൻസർ. ഇത് ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 8 പേരുണ്ട്, ABCDEFGH 8 പേരുണ്ട്. സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് ടുവേർഡ്സ് സൗത്ത്. ഓക്കെ, ഇവര് സൗത്ത് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, സൗത്ത് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്, നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. ഇപ്പൊ സൗത്ത് നിങ്ങൾക്ക് ആ ഒരു ഡയറക്ഷൻ അറിയായിരിക്കും, നോർത്ത് സൗത്തും അറിയായിരിക്കും. നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. സൗത്ത് ഫേസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെ വരയ്ക്കണം? ഒരു ലൈൻ വരയ്ക്കുക, സൗത്തിലേക്ക് നോക്കിയിരിക്കണം. അതായത് ആ 8 പേരെ നിങ്ങൾ ആ ഒരു 8 പേരെ കാണിക്കാൻ വേണ്ടി ഒരു ആരോ മാർക്ക് കൊടുക്കുക. ആ സൗത്തിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്, സൗത്തിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. എങ്ങനെ വരും? ഇങ്ങനെ കൊടുക്കും. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ 8 പേരെ കൊടുക്കുക. ക്ലിയർ ആയി? ഇങ്ങനെ 8 പേരെ കൊടുക്കുക. സൗത്തിലേക്ക് നോക്കിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് എങ്ങനെ വരും? നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇങ്ങനെ ഈ ഒരാളിനെ സംബന്ധിച്ചാണെങ്കിൽ അയാളുടെ വലത്ത് കൈ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? ഇവിടെ അല്ലേ? അതായത് ഇതാണ് റൈറ്റ് എൻഡ്, ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. മനസ്സിലായി? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അതാണ് ഓരോരുത്തരുടെ അടുത്തൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇയാളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഇയാളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ റൈറ്റും ലെഫ്റ്റും വരുന്നത്. അപ്പൊ ഇത് റൈറ്റ് എൻഡ്, ഇത് ലെഫ്റ്റ് എൻഡ്. ഇനി എന്ത് ചെയ്യുക? ഓരോരോ സെന്റൻസ് ആയിട്ട് വായിക്കുക. A and H are at extreme end of the row. A H എൻഡിലാണ്. ഇപ്പൊ എൻഡിൽ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ A ഇവിടെ, H ഇവിടെ. തിരിച്ചു വായിക്കൂടെ? H ഇവിടെയും A ഇവിടെ ആയിട്ട് വന്നത്. അപ്പൊ 2 രീതിയിലും വരാം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല A വെച്ചും എൻഡിൽ വരാമെന്നേ അറിയത്തുള്ളൂ. A വെച്ചും എൻഡിലായിട്ട് വരും. ഓക്കെ, ഇനി എന്താണ് അത് നമുക്ക് മനസ്സിലാവുന്ന രീതി എഴുതി വെച്ചു.
ഇ ആൻഡ് എഫ് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ബി. ഓക്കെ, ബിയുടെ അയൽക്കാരാണ് ഇ എഫ്. അതായത് ബിയുടെ ഇയും എഫും ബിയുടെ നെയ്ബേഴ്സ് ആയിട്ട് വരണമെങ്കിൽ ഇന്റെ എഫിന്റെയും ഇടയിലായിട്ടായിരിക്കത്തില്ല ബി ഇരിക്കുന്നത്, ഈ ഒരു ഓർഡറിലായിരിക്കത്തില്ല ഇരിക്കുന്നത്. ഇത് മാറിയും തിരിഞ്ഞും വരാം, അതായത് ഇങ്ങനെ വരാം, എഫ് ബി ഇങ്ങനെ വരാം, ഈ രണ്ട് രീതിയിലും വരാം. ഇനി അടുത്ത് നോക്കിയേ, സി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ഓക്കെ, ബിയുടെ ലെഫ്റ്റില് നാലാമതാണ് സി ഇരിക്കുന്നത്. നമുക്ക് പിന്നെ കൊടുക്കാം, ഇവിടെ സെന്റൻസ് പിന്നെ ഒന്നുകൂടെ നോക്കിയാൽ മതി. സി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. അടുത്ത സെന്റൻസ് നോക്കിയേ, എഫ് ഈസ് ടു ഡി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. എയുടെ ലെഫ്റ്റിലാണ് എഫ്. ഇപ്പൊ എയെ പറ്റി നമുക്ക് എന്തറിയാം? എയെ പറ്റി അറിയാം, എ ഏതോ ഒരു എൻഡിലാണ് ഇരിക്കുന്നത്. എ ഏതോ ഒരു എൻഡിലാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? ആ എയുടെ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, ആ എയുടെ തൊട്ട് ലെഫ്റ്റിലാണ് എഫ് ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എ ഇവിടെ വന്നാൽ ഇവിടെ വന്നാൽ എയുടെ ലെഫ്റ്റ് ഏതായിരിക്കും? എയുടെ ലെഫ്റ്റ് ഇതാ. ലെഫ്റ്റിലോട്ട് ആളുണ്ടോ? ലെഫ്റ്റിലോട്ട് എനിക്ക് എഫിനെ കൊടുക്കാനുള്ള സ്ഥലമുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? എ ഇവിടെ വരില്ല. അങ്ങനെയാണ് പിന്നെ എ എവിടെ ആയിരിക്കും? എ ഇവിടെ വരൂ. മനസ്സിലാവുക? എ ഇവിടെ വരൂ. അങ്ങനെയാണെങ്കിൽ എയുടെ ലെഫ്റ്റിൽ ആരാണ്? എഫ് ഇവിടെ വരും. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എ ഇവിടെ വരത്തുള്ളെങ്കിൽ എന്താണ്? എച്ച് എൻഡിലല്ലേ? ഇപ്പൊ എ ഈ എൻഡിലാണെങ്കിൽ എച്ച് ഏത് എൻഡിലായിരിക്കും? എച്ച് ഈ എൻഡിലായിരിക്കും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ആ ഒരു സെന്റൻസിൽ നിന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടും കൊടുത്തേ. ഇനി ഡി ഈസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് സി. ഡിയും സിയും നെയ്ബർ അല്ല, ഡിയും സിയും അടുത്തടുത്ത് വരത്തില്ല. ഇങ്ങനെ കൊടുക്കാം, ഡി സി അടുത്തടുത്ത് വരത്തില്ല. ഇനി നമ്മൾ ഇനി ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതിലാണ്ട് ഇത് കൊടുക്കാനുണ്ടല്ലോ. ഇതിനകത്ത് ആരെയെങ്കിലും കിട്ടിയോ? ഇതിനകത്ത് എഫിനെ കിട്ടിയില്ലേ? ഇതിനകത്ത് എഫിനെ കിട്ടി. എഫിന്റെ ഇയുടെ നടുക്കാണ് ബി. അപ്പൊ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങോട്ടല്ല കൊടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? എഫിന്റെയും, അതായത് ഈ അറേഞ്ച്മെന്റ് ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. എഫിന്റെയും ഇയുടെയും നടുക്കാണ് ബി. ഇതാണ്. ഓക്കെ, ഇത് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, സി ഈസ് ഫോർത്ത് ടു ദ, നമ്മൾ എഴുതി വെച്ചിട്ടില്ല, സി ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ബിയുടെ ലെഫ്റ്റിൽ നാലാമതാണ് സി. അപ്പൊ ബിയുടെ ലെഫ്റ്റ് ഏതാണ്? ബി കിട്ടിയല്ലോ, ബി ഫിക്സ് ആയല്ലോ. ബിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. ഇപ്പൊ 1, 2, 3, 4 ഇവിടെയാണ് ആര് വരുന്നത്? സി വരുന്നത്. ഇനി ഒരു കാര്യം അവർ തന്നെ പറഞ്ഞു, സിയും ഡിയും എന്താണ്? അടുത്തടുത്ത് വരത്തില്ല. അപ്പൊ സിയുടെ അടുത്ത് വരത്തില്ല എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ ആളായി. അപ്പൊ അതായത് ഇവിടെ ഡി വരത്തില്ല. ഇവിടെ ഡി വരത്തില്ല, പിന്നെ ഒരു സീറ്റല്ല ബാക്കിയുള്ളു. അപ്പൊ ഇവിടെ ഡി വരും. ഇനി ധൈര്യമായിട്ട് നമുക്കിനി കൊടുക്കാൻ ഒരാൾ ബാക്കിയാണ്. ആ ആളിനെ ക്വസ്റ്റ്യനകത്ത് നോക്കാം, ആരാണ് ഇനി കൊടുക്കാനുള്ളത്? ജി എ ആണ് കൊടുക്കാനുള്ളത്. ആ ജി എ എന്ത് ചെയ്യാൻ? ധൈര്യമായിട്ട് ഇവിടെ കൊടുക്കും. ഇപ്പൊ എല്ലാവരും ആയല്ലോ. ഫൈനൽ ക്വസ്റ്റ്യൻ, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇ. ഇയുടെ തൊട്ട് റൈറ്റിന്. അപ്പൊ ഇയുടെ റൈറ്റ് ഏതാണ്? റൈറ്റ് എൻഡ് ഞാൻ പറഞ്ഞു ഇവിടാണ്. അപ്പൊ ഇയുടെ റൈറ്റ് എങ്ങോട്ടാണ് വരുന്നത്? ഇങ്ങോട്ടാണ്. ഓപ്ഷൻ ഡി, ബി എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ ഒരു കോഡിംഗ് ആണ്, ആൽഫബറ്റ് ടു നമ്പർ കോഡിംഗ് ആണ്. നോക്കാം. ടൈം എന്നുള്ളത് 43 ആയി, വെൻ എന്നുള്ളത് 46 ആയെങ്കിൽ ടേൺ എന്നുള്ളത് എന്താവും? അപ്പൊ ഇങ്ങനെ ആൽഫബറ്റിന് പകരം നമ്പർ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും. ഇവിടെ ഒരു ആൽഫബറ്റിന് പകരം ഒരു നമ്പർ എന്നുള്ള രീതിയിലല്ല. അപ്പൊ എന്തായിരിക്കും? അവരുടെ ഒരു പൊസിഷൻ വാല്യൂവിന്റെ സമ്മായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, പൊസിഷൻ വാല്യൂവിന്റെ സമ്മായിട്ടാണ് വരാൻ സാധ്യത. കൃത്യമായിട്ട് സം തന്നെ ആവണമെന്നില്ല. അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ടിയുടെ വാല്യൂ എത്രയാണ്? ടിയുടെ വാല്യൂ 20 ആണ്. അപ്പൊ 20 പ്ലസ് ഐയുടെ വാല്യൂ 9 ആണ്. 9 പ്ലസ് എമ്മിന്റെ വാല്യൂ 13 ആണ്. 13 പ്ലസ് ഇയുടെ വാല്യൂ 5 ആണ്. ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര വരും? 29, 39, 42, 42, 5, 47 ആണ് വരുന്നത്. പക്ഷെ വന്നേക്കുന്നത് എന്താണ്? 43. അതായത് അതിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു 4 കൂടെ കുറച്ചു. 47-ൽ നിന്ന് ഒരു 4 കൂടെ കുറയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നത്? 43 വരും. ഒരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ അതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. വെന്നും കൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ വരുന്നുണ്ടോ നോക്കാം. W23 പ്ലസ് H8 പ്ലസ് E5 പ്ലസ് N40 ഇതെല്ലാം കൂട്ടുമ്പോൾ 50 വരും. ഓക്കെ, 50 മൈനസ് 4 46 കിട്ടുന്നില്ലേ? ഓക്കെ, ഈ 4 എന്നുള്ളത് എന്താവാം? ഈ അക്ഷരങ്ങളുടെ എണ്ണമാണ്. ഈ 4 എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ അക്ഷരങ്ങളുടെ എണ്ണമായിരിക്കും. ഈ 4 അക്ഷരമാണല്ലോ ഉള്ളത്. ഈ 4 അങ്ങനെയാണ്. ഈ 4 ചിലപ്പം കുറച്ചത്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ടേൺ എന്നുള്ള ടേണിനകത്ത് 4 അക്ഷരം ആയതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നമുക്ക് 4 തന്നെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യുക? ടേൺ എന്നുള്ള വാക്കിലെ അക്ഷരങ്ങളുടെ പൊസിഷൻ വാല്യൂ ഇതേപോലെ കൂട്ടുക. അതായത് T20 ഇപ്പൊ 20 പ്ലസ് U എന്ന് പറയുന്നത് 21 പ്ലസ് R എന്ന് പറയുന്നത് 18 പ്ലസ് N എന്ന് പറയുന്നത് 40. ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര വരും? 20 പ്ലസ് 21 41, 59,
59 plus 14 59 plus 14 എന്നുള്ളത് സോറി 41 plus 18 59 plus 14 എന്നുള്ളത് എന്ത് വരും 73 വരും 73 minus 4 ആണ് ആൻസർ 69 ആണ് ആൻസർ 73 അല്ല ആൻസർ 73 ഓപ്ഷനിൽ കിടപ്പുണ്ട് എന്ത് ചെയ്യണം 4 സബ്ട്രാക്ട് ചെയ്യണം 69 ആണ് ആൻസർ വരും ഓക്കെ 69 എന്നുള്ളതാണ് ആൻസർ വരും അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഒരു നമ്പർ സീരീസ് ആണ് നമ്പർ സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം ഇവിടെ നമ്പേഴ്സ് നോക്കുക ഇവിടെ നമ്പേഴ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല ഓക്കെ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ് ഇപ്പം എന്ത് ചെയ്യുക കൂട്ടിയ കുറച്ച വരാനാണ് സാധ്യത അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 142 150 പോകുമ്പോൾ എന്താണ് കൂടുവാണ് എത്രയാണ് കൂടിയത് 8 ആണ് കൂടിയത് ഓക്കെ 150 123 പോകുമ്പോൾ വീണ്ടും കുറവാണ് എത്രയാണ് കുറഞ്ഞത് 20 ഇപ്പം -27 എന്ന് പറയാമല്ലോ 27 കുറഞ്ഞു 123 187 വീണ്ടും കൂടുവാണ് എത്രയാണ് കൂടിയത് 64 ആണ് കൂടിയത് 64 ആണ് കൂടിയത് 187 വെറും 62 പോകുമ്പോൾ എന്താണ് അവിടെ കുറവാണ് അത് കുറച്ച് നോക്കിയാൽ എത്രയാണ് കുറയുന്നത് 125 കുറയുവാണ് ഇപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത 8 27 64 125 ഈ നമ്പേഴ്സ് കാണുമ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഈ നമ്പേഴ്സ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇവര് ക്യൂബ് നമ്പേഴ്സ് ആണ് അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം ക്യൂബ് നമ്പേഴ്സ് ആണ് ഇത് 2ന്റെ ക്യൂബാണ് ഇത് 3ന്റെ ക്യൂബാണ് ഇത് 4ന്റെ ക്യൂബാണ് ഇത് 5ന്റെ ക്യൂബാണ് അങ്ങനെയാണ് അടുത്ത എന്തായിരിക്കും 6ന്റെ ക്യൂബ് ആയിരിക്കും 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ് ഇനി എന്ത് നോക്കിയാൽ മതി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയാൽ മതി എങ്ങനെയാണ് പ്ലസ് മൈനസ് അപ്പോൾ അടുത്ത എന്തായിരിക്കും പ്ലസ് 216 ആണ് നമ്മുടെ ആൻസർ വരുന്നത് അതായത് 62 പ്ലസ് 216 എത്രയാണ് 278 ഓപ്ഷൻ 3 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഓപ്ഷൻ 3 278 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നമുക്ക് ക്യൂബ് നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലും സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും ഇത് നമുക്ക് കഴിഞ്ഞ 2023 നടത്തിയ GD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ അടുത്ത ഒരു സിലോജിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ സിലോജിസത്തിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അത് വരയ്ക്കുന്നു കൺക്ലൂഷൻ നോക്കുന്നു അപ്പോൾ നോക്കാം ഓൾ WRC ഇപ്പം എങ്ങനെ വരയ്ക്കാം വെൻ ഡയഗ്രം വെച്ചിട്ട് വരയ്ക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ W എല്ലാം എന്താണ് C ആണ് അപ്പോൾ W എന്ന് പറഞ്ഞ C എന്ന് പറഞ്ഞ വലിയ ഗ്രൂപ്പിനകത്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട് സം PRW പിയും ഡബ്ല്യൂയും തമ്മിൽ സം റിലേഷൻ ആണ് അപ്പോൾ പിയും ഡബ്ല്യൂയും തമ്മിലാണ് അപ്പോൾ പിയും ഡബ്ല്യൂ നമുക്ക് ഇങ്ങനെയല്ല വരയ്ക്കാൻ പറ്റും പിയും ഡബ്ല്യൂയും തമ്മിൽ സം റിലേഷൻ ആണ് അപ്പോൾ ഇങ്ങനെ വരും ഈ കൺക്ലൂഷൻ നോക്കിയേ സം CRP അപ്പോൾ ഇത് നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ സിയും പിന്റെ ഡയഗ്രം മാത്രം ഒന്ന് നോക്കി ഇതാണ്ട് പി ഇങ്ങനെ കിടക്കാണ് സി ഇങ്ങനെ കിടക്കാണ് സം CRP എന്നുള്ള എന്താണ് ശരിയല്ലേ ഒന്നാമത്തെ കൺക്ലൂഷൻ ശരിയാണ് രണ്ടാമത്തത് നോ PEC സിയും തമ്മിൽ നോ റിലേഷൻ ഉണ്ടോ ഇവിടെ നോ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല രണ്ടാമത്തെ എന്താണ് തെറ്റാണ് ഇനി മൂന്നാമത്തെ നോക്കിയേ സം CRW ഇവിടെ WC നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ W ഇങ്ങനെ C ഇതിനകത്ത് കിടക്കുകയാണ് ഇവർ തമ്മിൽ സം പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ ഇവർ തമ്മിൽ ഓൾ WRC ആണ് സം പറയുന്നുണ്ട് അതായത് സം CRW എന്നും പറയാം സം WRC എന്നും പറയാതെ എന്താണ് ശരിയാണ് ഇപ്പം എന്താണ് ആൻസർ 1 ഉം 3 ആണ് ശരി ബോത്ത് 1 and 3 ഫോളോ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും ബോത്ത് 1 and 3 ഫോളോസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ ചെയ്തതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഈ നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ചെയ്ത ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് കരുതുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ താങ്ക് യു